ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. 10K റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന രണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. ഒന്ന് മോട്ടോ G35 5G, പിന്നെ ഒന്നിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത റെഡ്മിയുടെ 14C 5G എന്ന മോഡലാണ്. ഇതിലേതാണ് വാങ്ങേണ്ടതെന്നുള്ളത് ഒട്ടുമിക്ക പേർക്ക് ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. സോ ഈ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി കാണുന്നവരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ചാനൽ 8000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. കമൻറ്റും കൂടെ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കൂടെ പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് റേഞ്ച് തന്നെ പറയാം. ഇതിൽ റെഡ്മി 14C 5G ആണെങ്കിൽ 3 വേരിയൻറ്റ് വരുന്നുണ്ട്. ബേസ് മോഡൽ എന്ന് പറയുന്നത് 4GB 64GB ആണ്. ഇതിൻ്റെ വേരിയൻ്റാണ് 9999 ആണ് വരുന്നത്. അതുപോലെ തന്നെ മോട്ടോ G35യുടെ ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 4GB 128GB ആണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ 9999 ആണ് വരുന്നത്. സോ ബേസ് മോഡൽ തന്നെ ഇവിടെ മോട്ടോയുടെ ഫോണിൽ 128GB സ്റ്റോറേജ് വരുന്നുണ്ട്. റെഡ്മിയിൽ അത് വരുന്നില്ല. പക്ഷേ റെഡ്മിയിൽ വേറെ 2 മോഡൽ കൂടെ വരുന്നുണ്ട്. അതായത് 4GB 128GB വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് 10,999 ആണ് വരുന്നത്. സോ 10,000 രൂപയ്ക്ക് മേലെ അത് പോയി. സോ ഇവിടെ കുറച്ചും കൂടി ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള മോഡൽ അല്ലെങ്കിൽ പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ട് വരുന്നത് മോട്ടോ G35 5G തന്നെയാണ്. കാരണം അവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റോറേജ് വരുന്നുണ്ട്. സോ അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് SD കാർഡിൻ്റെ സ്ലോട്ട് 2 ഫോണും കിട്ടുന്നുണ്ട്. സോ അതും ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ് വേണമെങ്കിൽ പറയാം. എന്നാലും സ്റ്റോറേജ് 128GB എന്ന് പറയുന്നത് ഒരു ഇപ്പം വേണ്ട ഒരു കാര്യമാണ്. കാരണം ആപ്ലിക്കേഷൻ്റെയും ഗെയിംസിൻ്റെയും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 64GB വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും വേണ്ട ഒരു കാര്യം തന്നെയാണ്. ദെൻ രണ്ടിൻ്റെയും ഡിസൈനും ബിൽഡിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ മോട്ടോ G35 ഓൾറെഡി എല്ലാ ഫോണിലും ഉണ്ടാവില്ല. മോട്ടോ ഫോണിൽ കാണുന്ന ആ ഒരു വീഗൽ ലെതർ ഫിനിഷ് തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ആ ഒരു ക്യാമറ സെറ്റപ്പും എല്ലാം സെയിം ആണ്. റെഡ്മിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ഗ്ലാസ് ബിൽഡാണ് വരുന്നത്. സർക്കിൾ ക്യാമറ മൊഡ്യൂളാണ് അതിൽ വരുന്നത്. സോ രണ്ടും ഒരു നോർമൽ നമുക്ക് ഓൾറെഡി ഇതിന് മുമ്പേ ആ ബ്രാൻഡ് ബാക്കിയുള്ള ഫോൺസൊക്കെ കണ്ട എക്സാക്റ്റ് ഡിസൈൻ തന്നെയാണ് വരുന്നത്. സോ അതിന് വലിയൊരു വ്യത്യാസം വരുന്നില്ല. എന്നാലും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ കുറച്ചും കൂടെ ഫാർ ബെറ്റർ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു പ്രീമിയം നമുക്ക് ഫീലൊക്കെ കിട്ടുന്നത് റെഡ്മി ഫോണിലായിരിക്കും. കാരണം അതിൽ ഗ്ലാസ് വരുന്നുണ്ട്. ഇനി വെയിറ്റ് ആൻഡ് തിക്നെസ് ആണെങ്കിൽ മോട്ടോ G35 185 ഗ്രാം വെയിറ്റും 7.8 mm തിക്നെസ്സും വരുന്നുണ്ട്. റെഡ്മി 14C 205 ഗ്രാം വെയിറ്റും 8.2 mm തിക്നെസ് ആ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ വലിയ ഡിഫറൻസ് ഇല്ല, എന്നാലും ചെറുതായിട്ട് ഡിഫറൻസ് ഉണ്ട്. സോ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. സോ എന്നാലും ഡിസൈനും ബിൽഡിൻ്റെ കാര്യത്തിലും ഡിസൈൻ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. ബിൽഡിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ റെഡ്മി മോഡൽ തന്നെയാണ്. ഇനി രണ്ടിൻ്റെയും ഡിസ്പ്ലേ ആണ്. മോട്ടോയുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.72 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള 120Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ വരുന്നത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ഫ്രണ്ട് ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. ഇനി റെഡ്മിയെ പറ്റി പറയുകയാണെങ്കിൽ 6.88 ഇഞ്ച് വരുന്ന HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz ഹൈ റിഫ്രഷ് റേറ്റ് ആ ഒരു ഫോണിന് വരുന്നുണ്ട്. ബട്ട് സെൽഫി ക്യാമറ വരുന്നത് നോച്ചിനകത്താണ്. പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ വരുന്നില്ല. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പഞ്ച് ഹോളൊക്കെ വരേണ്ട കാലം അന്നേ കഴിഞ്ഞ മോട്ടോള മാത്രമേ. എന്നാലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിൻ്റെയും കാട്ടി താഴെ 7000 രൂപ പ്രൈസ് പോയിന്റിൽ ഇപ്പോഴും മോട്ടോള ഫോൺസിൽ മാത്രമേ പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ വരുന്നുള്ളൂ. സോ നോച്ച് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ പഴയതായ കുറേ വർഷം മുമ്പാണ് ആ ഒരു ഡിസൈനൊക്കെ വന്നത്. എന്നിട്ട് ഇപ്പോഴും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ മാറുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ബോറടി ആയിട്ടുള്ള കാര്യമാണ്. ഡിസൈൻ വൈസ് അല്ലെങ്കിൽ ഫ്രണ്ട് എന്നൊക്കെ നോക്കുന്ന സമയത്ത് ഒരു പഴഞ്ചൻ ഡിസൈനാണ് റെഡ്മി ഫോണിൽ വരുന്നത്. പക്ഷേ മോട്ടോയുടെ ഫോണിൽ ഒരു പുതിയ ഫോണിൻ്റെ ഡിസൈൻ തന്നെ അതിന് വരുന്നുണ്ട്. സോ അതുകൂടാതെ തന്നെ മോട്ടോയുടെ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ നമുക്ക് വരുന്നുണ്ട്. 1080p റെസൊല്യൂഷൻ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫാർ ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ഡിസ്പ്ലേ ഈ ഒരു ഫോണിന് വരുന്നത് എന്തായാലും. റെഡ്മിയിലാണെങ്കിൽ HD മാത്രമേ വരുന്നുള്ളൂ. സോ ഡിസ്പ്ലേ വൈസ് നോ കൺഫ്യൂഷൻ ഇവിടെ ബെസ്റ്റ് ആയിട്ട് വരുന്നത് മോട്ടോ G35 5G എന്ന മോഡൽ ഡിസ്പ്ലേ തന്നെയാണ്. കാരണം ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ട് ക്യാമറ മൊഡ്യൂളും കൊടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് കാര്യം ഫാർ ബെറ്റർ ആയിട്ട് ആ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇത് രണ്ടും അത്യാവശ്യം മെയിൻ ആയിട്ട് വരേണ്ട കാര്യം തന്നെയാണ്. 120Hz റിഫ്രഷ് റേറ്റ് 2 ഫോണിനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ദെൻ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 2 ഫോണിനും പ്രൈമറി ക്യാമറ 50 MB പ്രൈമറി ക്യാമറ തന്നെയാണ് വരുന്നത്. ബട്ട് മോട്ടോ G35 സെക്കൻഡറി ക്യാമറ ഒരു 8 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാത്തൊരു കാര്യമാണ്. അൾട്രാ വൈഡ് എന്ന് പറഞ്ഞാൽ വലിയ യൂസ്ഫുൾ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. കാരണം ആ ഒരു ക്വാളിറ്റി മാത്രമേ ഇതിൽ നിന്ന് കിട്ടുള്ളൂ. എന്നാലും 8 MB അൾട്രാ വൈഡ് കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് ഈ ഒരു 10K റേഞ്ചിൽ എന്ന് പറഞ്ഞത്. സോ അങ്ങനൊരു
ബെസ്റ്റ് ലെവൽ ഓഫ് ക്യാമറ ഇതിന് വരുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറ ആണെങ്കിൽ മോട്ടോയുടെ ഫോണിലാണെങ്കിൽ 16 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. റെഡ്മിയിലാണെങ്കിൽ 8 MB സെൽഫി ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. സോ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ നോക്കിയ സമയത്തും അതിൻ്റേതായിട്ടുള്ള നല്ല പെർഫോമൻസ് മോട്ടോയുടെ ഫോണിൽ തന്നെ വരുന്നുണ്ട്. സോ ബെറ്റർ സെൽഫീസും നമുക്ക് മോട്ടോ G35 എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ക്യാമറയുടെ കാര്യത്തിൽ നോ ഡൗട്ട് മോട്ടോ G35 തന്നെയാണ് ഫാർ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല മോട്ടോ G35 റിയർ ക്യാമറയിൽ 4K 30 FPS ഉള്ള വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അണ്ടർ 10K പ്രൈസ് റേഞ്ചിലെ ഫോണിൽ എന്ന് പറഞ്ഞത്. അതും ഒരു വേറെ ഏതൊരു ഫോണിലും കാണാത്തൊരു കാര്യമാണ് 4K വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ. 20K പോലും നമ്മൾ കാണാറില്ല ആ ഒരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പം ക്യാമറയുടെ കാര്യത്തിൽ സോ ഫാർ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ക്യാമറ സെറ്റപ്പ് തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ മോട്ടോ G35 യൂണിസോക്കിൻ്റെ T760 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ആൻഡ് സ്കോറൊക്കെ ആണെങ്കിൽ 4,70,000 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. ഇനി റെഡ്മി ഫോണിലാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ആൻഡ് സ്കോർ ആണെങ്കിൽ ഒരു 4,50,000 ആ റേഞ്ച് വരുന്നുണ്ട്. സോ വലിയ ഡിഫറൻസ് ആൻഡ് സ്കോറിൽ വരുന്നില്ല. എന്നാലും യൂണിസോക്കിൻ്റെയും കാട്ടിലും ഫാർ ബെറ്റർ ആയിട്ട് വരുന്ന സ്നാപ്ഡ്രാഗൺ പ്രോസർ തന്നെയാണ്. അപ്പം കുറച്ചും കൂടെ ആൻഡ് സ്കോർ മോട്ടോ ഫോണിൽ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഒരു ബെസ്റ്റ് പ്രോസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ റെഡ്മി ഫോണാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയാനുള്ളത്. രണ്ട് ഫോണും LPDDR4X റാമും USF 2.2 സ്റ്റോറേജും രണ്ട് ഫോണും കോമൺ ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നീട് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത് മോട്ടോയുടെ G35 അതുപോലെ തന്നെ റെഡ്മിയുടെ 14C ആൻഡ്രോയിഡ് 14 ആയിട്ട് തന്നെയാണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 രണ്ട് ഫോണൊന്നും വരുന്നില്ല. പിന്നീട് മോട്ടോറോള ഫോൺ അറിയാമല്ലോ, ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലുള്ള ഒരു ഹെലോ UI ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ റെഡ്മി ഫോണിലാണെങ്കിൽ അവിടെ ഹൈപ്രോയസ് ആയിട്ടാണ് വരുന്നത്. സോ കുറച്ചും കൂടെ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ റെഡ്മി ഫോണിൽ ഉണ്ടാവുന്നതായിരിക്കും, എസ്പെഷ്യലി മോട്ടോയുടെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതേ ഉള്ളൂ. പിന്നീട് അപ്ഡേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ മോട്ടോറോള ഫോണിലാണെങ്കിൽ 1 വർഷത്തേക്കുള്ള മേജറായിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഡ്മിയിലാണെങ്കിൽ 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും ആ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ അതൊന്നും വലിയ കാര്യമില്ല. പിന്നീട് ബാറ്ററിയാണ്. മോട്ടോ G35 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. റെഡ്മി 14C 5160 mAh ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ബോക്സിനകത്ത് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കുറച്ചും കൂടെ ചെറിയ രീതിയിലുള്ള ബാറ്ററി അധികം കപ്പാസിറ്റി അധികം നമുക്ക് റെഡ്മി 14C വരുന്നുണ്ട്. ഓവറോൾ ആയിട്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കുന്ന പ്രൈസിന് നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജ് മോട്ടോ G35 5G വരുന്നുണ്ട്. സോ കുറച്ചും കൂടെ ബെറ്റർ പ്രൈസ് കുറവ്, അല്ലെങ്കിൽ മറ്റേ 11,000 രൂപ കൊടുക്കണം 4G 128GB എടുക്കണം. അപ്പോൾ അത് നോക്കിയാണെങ്കിൽ കുറച്ചും കൂടെ പൈസ കുറവ് മോട്ടോ ഫോണിലാണ്. ഡിസ്പ്ലേയും ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്, കാരണം ഇവിടെയാണ് നമുക്ക് ഫുൾ HD വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂളും വരുന്നുണ്ട്. ദെൻ ക്യാമറ ആണെങ്കിൽ 8 MP അൾട്രാ വൈഡ് വരുന്നുണ്ട്, 16 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4K റെസൊല്യൂഷനിലൊക്കെ നമുക്ക് റിയർ ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുമാത്രമല്ല പിന്നീട് പെർഫോമൻസ് ആണെങ്കിലും കുഴപ്പമൊന്നും പെർഫോമൻസിനെ പറ്റി പറയാനില്ല. കുറച്ചും കൂടെ സ്നാപ്ഡ്രാഗൺ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്തായാലും റെഡ്മി ഫോണിൽ ഉണ്ടാകുന്നിരിക്കും. എന്നാലും യൂണിസോക്ക് അത്ര മോശമല്ല. അതുപോലെ തന്നെ ബാറ്ററി ആണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. കുറച്ചും കൂടെ അധികം റെഡ്മി ഫോൺ ഉണ്ട് എന്നുള്ളൂ. അത് വലിയൊരു കാര്യമാക്കേണ്ട വിഷയമല്ല, കാരണം അത്രയും 160 mAh ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഓവറോൾ ആയിട്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓൾവേസ് മോട്ടോ G35 5G തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. റെഡ്മി ഫോണും ഒട്ടും മോശമല്ല, എന്നാലും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് മോട്ടോ G35 5G വരുന്നുണ്ട്. സോ വാങ്ങുന്നുണ്ടെങ്കിൽ മോട്ടോ G35 തന്നെയാണ് സോ ഫാർ ബെറ്റർ ആയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫോൺ അഭിനവ് സൈനിങ് ഓഫ്.